അനശ്വരനായ ഇന്നസെന്റ് എന്ന കലാകാരൻ, അഭിനേതാവ്, ചലച്ചിത്ര നിർമ്മാതാവ്, ഹാസ്യ കലാകാരൻ, എന്തൊക്കെ വിശേഷങ്ങളാണ് അദ്ദേഹത്തിന്. സർവോപരി ഒരു മനുഷ്യ സ്നേഹി. എനിക്ക് വ്യക്തിപരമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു അനുഗ്രഹം, അമൃത ടിവി രമേശ് പിഷാരടി മുഖ്യ ജഡ്ജായി അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന സൺസ് അപ്പോൺ എ ടൈം ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഷോ ഉണ്ട്. ഞാനാണ് ഷോ ഡയറക്ട് ചെയ്തത്. ആ പ്രോഗ്രാം 4 വർഷം മുൻപ് തിരി കൊളുത്തി, ഇതുപോലൊരു വിളക്കിൽ തിരി കൊളുത്തിക്കൊണ്ട് തുടക്കം കുറിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചത് ഇന്നസെന്റായിരുന്നു. ഞാൻ ഏഷ്യാനെറ്റിൽ പ്രോഗ്രാം പ്രൊഡ്യൂസ് ആയി വർക്കുന്ന എത്രയോ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡുകളുടെ സെലിബ്രേറ്റ് ചെയ്ത അവസരങ്ങളൊക്കെ ഞങ്ങളൊപ്പം കൂടെ ചേർന്നുകൊണ്ട് ഞങ്ങൾക്ക് നർമ്മം പകർന്നുകൊണ്ട് അനുഗ്രഹം നൽകിയിട്ടുള്ള കലാകാരൻ ഇന്നസെന്റ്. നടൻ തൃശൂർ ഭാഷ ഏറ്റവും ജനകീയമാക്കിയിട്ടുള്ള ആളാണ്. മലയാള സിനിമ 1972 നൃത്തശാല എന്ന സിനിമയിലാണ് ഇരിങ്ങാലക്കുട എന്ന ദേശത്തെ കേരളത്തിന്റെ, ഇന്ത്യയുടെ, ലോകത്തിന്റെ ഭൂപടത്തിൽ ഏറ്റവും പ്രശസ്തമാക്കിയ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്. എന്നിട്ട് ജീവിതത്തിന്റെ പൂർണ്ണതയിൽ ക്യാൻസർ വാർഡിലെ ചിരി എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ ആദ്യമായി ഒരുപാട് അനുഭൂതികൾ ഉണ്ടാവും. ഒരുപക്ഷെ നമ്മളൊക്കെ ചെറിയ ചില രോഗങ്ങൾക്ക് പോലും വളരെ പെട്ടെന്ന് ക്ഷീണിതരായിട്ട് മനസ്സ് പതറിപ്പോകുമ്പോൾ ക്യാൻസർ പോലൊരു അസുഖത്തെ പുഞ്ചിരിയോടുകൂടി അദ്ദേഹം സമീപിച്ച് അദ്ദേഹം പകർത്തിവെച്ച ചരിത്രരേഖ ഇന്ന് സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സിലബസിന്റെ ഭാഗമാണെന്നാണ് കേട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ വന്ദനം അർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്.